വ്യാസനോട് സുഖബ്രഹ്മർഷി പറഞ്ഞപ്പോഴാണ് ഈ സുഖബ്രഹ്മർഷിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ പണ്ട് എന്ന് ബ്രഹ്മാവ് ജനമേജയനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ആ പ്രകരണങ്ങൾ ഇങ്ങനെ ഉള്ളിലേക്ക് വന്നുകൊണ്ടാണ് അവസാനത് സമർപ്പിക്കുന്നത്. സപ്തമോധ്യായ ബ്രഹ്മോവാച ഏവം പ്രഭാവാ സാ ദേവി മയാ ദൃഷ്ടാദ വിഷ്ണുനാ ശിവേനാപി മഹാഭാഗ താസ്താ ദേവ്യഃ പൃഥക് പൃഥക്. വ്യാസോവാച ഇത്യാഗന്യ പിതൃവാക്യം നാരദോ മുനിസത്തമഃ പപ്രച്ഛ പരമപ്രീതഃ പ്രജാപതിം ഇദം വചഃ. നാരദ ഉവാച മാനാദ്യോ വിനാശീയോ നിർഗുണോ അച്യുതിരവ്യയഃ ദൃഷ്ടൈശ്ചൈവാനുഭൂതശ്ച തദ്വദസ്വ പിതാമഹ. നിർഗുണാവീക്ഷിതാ ശക്തിഃ നിർഗുണാ കീദൃശീ പിതഃ തസ്യാഹ സ്വരൂപം മേ ബ്രൂഹി പുരുഷസ്യ ച പത്മജഃ. യദർത്ഥം മയാ തപ്തം ശ്വേതദ്വീപേ മഹത്തപഃ ദൃഷ്ടാഃ സിദ്ധാ മഹാത്മാനഃ താപസാഗതമന്യവഃ. പരമാത്മാന സംപ്രാപ്തോ മയാസൗ ദൃഷ്ടിഗോചരഃ പുനഃ പുനഃ തപസ്തീപുരം കൃതം തത്ര പ്രജാപതേ ഭവതാ സഗുണാ ശക്തിഃ ദൃഷ്ടാതാത മനോരമ നിർഗുണാ നിർഗുണശ്ചൈവ കീദൃശൗ തൗ വദസ്വ മേ. വ്യാസ ഉവാച ഇതി പൃഷ്ടപിതാദേന നാരദേന പ്രജാപതിഃ ഉവാച വചനം തഥ്യം സ്മിതപൂർവം പിതാമഹ. ബ്രഹ്മോവാച നിർഗുണസ്യ മുനേ രൂപം ന ഭവേത് ദൃഷ്ടിഗോചരം ദൃശ്യം ച നശ്വരം യസ്മാത് അരൂപം ദൃശ്യതേ കഥം. നിർഗുണാ ദുർഗമാ ശക്തിഃ നിർഗുണശ്ച തഥാ പുമാൻ ജ്ഞാനഗമ്യൗ മുനീനാം തു ഭാവനീയൗ തഥാ പുനഃ. അനാദിധനോ വിദ്ധി സദാ പ്രകൃതിപൂരുഷോ വിശ്വാസേനാഭിഗമ്യൗ തൗ നാവിശ്വാസേന കർഹിചിത്. ചൈതന്യം സർവഭൂതേഷു യത്തദ് വിദ്ധി പരാത്മകം തേജഃ സർവത്രകം നിത്യം നാനാഭാവേഷു നാരദ തഞ്ച താം ച മഹാഭാഗ. വ്യാപകോ വിദ്ധി സർവതോ താഭ്യാം വിഹീനം സംസാരേ ന കിഞ്ചിത് വസ്തു വിദ്യതേ. തൗ വിചിന്ത്യൗ സദാ ദേഹേ വിശ്രീഭൂതൗ സദാ വ്യയോ ഏകരൂപോ ചിദാത്മാനോ നിർഗുണോ കമലാഭോ. യഃ ശക്തി പരമാത്മാസോ സാ യോസോ പരമാമത. അന്തരം നൈതയോഃ കോപി സൂക്ഷ്മം വേദ ച നാരദ. അധീത്യ സർവശാസ്ത്രാണി വേദാൻ സാംഗാംശ്ച നാരദ ന ജാനാതി തയോഃ സൂക്ഷ്മമന്തരം വിരതിം വിനാ. അഹങ്കാരകൃതം സർവം വിശ്വം സ്ഥാവരജംഗമം കഥം തദ്വിഹിതം പുത്ര ഭവേൽ കൽപശതൈരപി. നിർഗുണം സഗുണഃ പുത്ര കഥം പശ്യതി ചക്ഷുഷ. സഗുണം ച മഹാബുദ്ധേ ചേതസ സവിചാരയ. പിത്തേനാച്ഛാദിതാ ജിഹ്വാ ചക്ഷുശ്ച മുനിസത്തമ. കടുപിത്തം വിജാനാതി രസം രൂപം ന തഥാ. ഗുണൈഃ സമാവൃതം ചേതഃ കഥം ജാനാതി നിർഗുണം. അഹങ്കാരോദ്ഭവം തच्च തദ്വിഹീനം കഥം ഭവേത്. യാവന്ന ഗുണവിച്ഛേദസ്താവത് തദ്ദർശനം കുതഃ തം പശ്യതി തദാ ചിത്തേ യഥാഹങ്കാരവർജിതഃ. നാരദ ഉവാച സ്വരൂപം ദേവദേവേശ ത്രയാണാമേവ വിസ്തരാത്. ഗുണാനാം യൽ സ്വരൂപോസ്തി അഹങ്കാരസ്ത്രിരൂപകഃ. നാരായണ അഹങ്കാരസ്ത്രിരൂപകഃ. സാത്വികോ രാജസശ്ചൈവ താമസശ്ച തഥാ പരഃ. ഭേദേന സ്വരൂപാണി വദസ്വ പുരുഷോത്തമ. യൽ ജ്ഞാത്വാ വിപ്രമുച്യേഹം ജ്ഞാനം തദ്വദ മേ പ്രഭോ. ഗുണാനാം ലക്ഷണാന്യേവ വിതതാ വിഭാഗശഃ. ബ്രഹ്മോവാച ത്രയാണാം ശക്തേസ്തിസ്രഃ തദ്ബ്രവീമി തവാനഘ. ജ്ഞാനശക്തിഃ ക്രിയാശക്തിഃ അർത്ഥശക്തിസ്തഥാ പരം. സാത്വികസ്യ ജ്ഞാനശക്തി രാജസസ്യ ക്രിയാത്മിക രവിശക്തിഃ താമസസ്യ തിസ്രശ്ച കഥിതാസ്തവ. തേഷാം കാര്യാണി വക്ഷ്യാമി ശൃണു നാരദ തത്വതഃ. താമസ്യാ ദ്രവ്യശക്തേശ്ച ശബ്ദസ്പരേഷ സമുദ്ഭവഃ. രൂപം രസശ്ച ഗന്ധശ്ച തന്മാത്രാണി പ്രചക്ഷതേ. ശബ്ദൈക ഗുണമാകാശം
വായുസ്പർശഗുണസ്തഥാ സ്വരൂപൈകഗുണോഗ്നിശ്ച ജലം രസഗുണാത്മകം പൃഥ്വീ ഗന്ധഗുണം ജ്ഞേയ സൂക്ഷ്മാണ്യേതാനി നാരദ ദശൈതാനി മിലിത്വാതു ദ്രവ്യശക്തിയുതാനി വൈ താമസാഹങ്കാരജഃ സസ്യാൽ സർഗസ്തദനുവൃത്തികഃ രാജസ്യാശ്ച ക്രിയാശക്തേഃ ഉത്പന്നാനി ശൃണുഷ്വമേ ശ്രോത്രം ത്വഗ്രസനാ ചക്ഷു പ്രാണം ചൈവ ച പഞ്ചമം ജ്ഞാനേന്ദ്രിയാണി ചൈതാനി തഥാ കർമ്മേന്ദ്രിയാണി ച വാക്പാണിപാദയുശ്ച ഗുഹ്യാന്താനി ച പഞ്ചവൈ പ്രാണോപാനശ്ച വ്യാനശ്ച സമാനോദാനവായവഃ പഞ്ചദശമീതൈവ രാജസഃ സർഗ ഉച്യത്തെ സാധനാനി കിലൈതാനി ക്രിയാശക്തിമയാനി ച ഉപാദാനം കിലൈതേഷാം ചിദനുവൃത്തിരുച്യത്തെ ജ്ഞാനശക്തി സമായുക്താഃ സാത്വികാശ്ച സമുദ്ഭവാഃ ദിശോ വായുശ്ച സൂര്യശ്ച വരുണശ്ച അശ്വിനാവപി ജ്ഞാനേന്ദ്രിയാണാം പഞ്ചാനാം പഞ്ചാധിഷ്ഠാന ദേവതാഃ ചന്ദ്രോ ബ്രഹ്മ തഥാ രുദ്രഃ ക്ഷേത്രജശ്ച ചതുർത്ഥകഃ ഇത്യന്തഃകരണാഖ്യസ്യ ബുദ്ധ്യാദേശ്ചാധിദൈവതം ചത്വാര്യവ തഥാ പ്രോക്തഃ കിലാധിഷ്ഠാധൃദേവതാഃ മനസാ സ ചൈതാനി മൂലം പഞ്ചദശൈവതോ സാത്വികസ്യതു സർഗോയം സാത്വികാഖ്യ പ്രകീർത്തിതഃ സ്ഥൂലസൂക്ഷ്മാദിഭേദേന ദ്വേ രൂപേ പരമാത്മനഃ ജ്ഞാനരൂപം നിരാകാരം നിദാനം തൽപ്രചക്ഷതേ സാധകസ്യതു ധ്യാനാദോ സ്ഥൂലരൂപം പ്രചക്ഷതേ ശരീരം സൂക്ഷ്മമേവേദം പുരുഷസ്യ പ്രകീർത്തിതം മമ ചൈവ ശരീരം വൈ സൂത്രമിതി അഭിധീയതേ സ്ഥൂലം ശരീരം വക്ഷ്യാമി ബ്രഹ്മണഃ പരമാത്മനഃ ശൃണു നാരദ യത്നേന യത്ശ്രുത്വാ വിപ്രമുച്യത്തെ തന്മാത്രാണി പുരോക്താനി ഭൂതസൂക്ഷ്മാണി യാനി വൈ പഞ്ചീകൃത്യ താന്യേവ പഞ്ചഭൂതസമുദ്ഭവഃ പഞ്ചീകരണഭേദോയം ശൃണു സംവദതഃ കില പ്രഥമം രസതന്മാത്രം ഉപാദായ മനസ്യവി കൽപ്പയേച്ച തഥാ തദ്വൈ യഥാ ഭവതി ചോദകം ശിഷ്ടാനാം ചൈവ ഭൂതാനാം അംശാൻ കൃത്വാ പൃഥക് പൃഥക് ഉദകേ മിശ്രയേച്ഛാംശാൻ കൃതേ രസമയേ തതഃ തഥാ ഭൂതവിഭാഗേ ച ചൈതന്യേ ച പ്രകാശിതേ ചൈതന്യസ്യ പ്രവേശാത്തു തഥാഹമിതി സംശയഃ പ്രതീയമാനെ തേനൈവ വിശേഷേണാഭിമാനതഃ ആദിനാരായണോ ദേവോ ഭഗവാനിതി ചോച്യത്തെ ഘനീഭൂതേ യഥ ഭൂതാനാം വിഭാഗേ സ്പഷ്ടതാം ഗതേ വൃദ്ധിം പ്രാപ്യ ഗുണൈശ്ചേർത്ഥമേകൈക ഗുണവൃദ്ധിതഃ ആകാശസ്യ ഗുണശ്ചൈകഃ ശബ്ദ ഏവ ന ചാപരഃ ശബ്ദസ്പർശോ ച വായോശ്ച ദ്വൗ ഗുണൗ പരികീർത്തിതോ അഗ്നേഃ ശബ്ദശ്ച സ്പർശശ്ച രൂപമേതേ ത്രയോ ഗുണാഃ ശബ്ദസ്പർശ രൂപരസാശ്ച നാരായണ ശബ്ദസ്പർശ രൂപരസാശ്ച ചത്വാരോ വൈ ജലസ്യ ച സ്പർശശബ്ദരസാരൂപം ഗന്ധശ്ച പൃഥിവീ ഗുണാഃ ഏവം മിളിതയോ ദേശശ്ച ബ്രഹ്മാണ്ഡോത്പത്തിരുച്യത്തെ സർവേ ജീവാ മിലിത്വൈവ ബ്രഹ്മാണ്ഡാംശസമുദ്ഭവാഃ ചതുരാശീതിലക്ഷാ ച പ്രോക്താ വൈ ജീവജാതയഃ ശ്രീമഹാദേവ്യൈ നമഃ ഇതി ശ്രീദേവി ഭാഗവതേ തൃതീയസ്കന്ധേ സപ്തമോധ്യായഃ. സർവത്ര ജഗദംബികായൈ നമഃ ശ്രീമഹാദേവ്യൈ നമഃ. അടുത്ത അധ്യായത്തില് ബ്രഹ്മാവ് നാരദനോട് ഗുണങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് സത്വരജസ് തമോ ഗുണങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ വൃത്തികൾ നമ്മളിൽ എങ്ങനെ കാണുന്നു, വിസ്തരിച്ചുള്ള ഉപദേശ ഭാഗങ്ങളാണ്. തൃതീയ സ്കന്ധം ആദ്യം മുതൽ തന്നെ പഠിക്കേണ്ട ഭാഗങ്ങളാണ്. സത്വഗുണം എന്ന് പറയുന്നത് വെളുപ്പ് നിറമാണ്. വെളുപ്പ് നിറം നമുക്ക് എന്തിനും വെളുപ്പ് നമുക്ക് സത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ രക്തത നിറം
അത് രജസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. തമസ് കൃഷ്ണവർണ്ണമാണ്, കറുത്താണ്. ഇതിപ്പോൾ രുദ്രാക്ഷത്തെ കുറിച്ചൊക്കെ വർണ്ണിക്കേണ്ട അവസാന ഭാഗങ്ങളിൽ അതൊക്കെ എങ്ങനെയൊക്കെയാണ് പറയുക, അതിലും ഈ നിറങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് സത്വഗുണത്തെ നമ്മൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് വിഷയം. സത്വത്തെ വർദ്ധിപ്പിക്കലാണ് മറ്റതിനെ രണ്ടിനെയും നിയന്ത്രിക്കാനുള്ള എളുപ്പമാർഗം എന്നുള്ളതാണ്. അപ്പോൾ തമസ് പോകണമെന്നുണ്ടെങ്കിൽ, ഇരുട്ട് പോകണമെന്നുണ്ടെങ്കിൽ പ്രകാശം കൊണ്ടുവരല്ലേ വഴിയുള്ളൂ, അല്ലാണ്ട് മറ്റേതിനെ തച്ച് തകർക്കാൻ നിന്നാൽ നമുക്ക് നടക്കില്ല. പിന്നെ ഇതിൻ്റെ ഒരു സമ അവസ്ഥയിലാണ് നമ്മൾ ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത്. പഞ്ചഭൂതങ്ങളെ പഞ്ചീകരിച്ച പോലെ തന്നെയാണ്. പഞ്ചഭൂതങ്ങൾ 5 കൊണ്ടാണ് ലോകം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പഞ്ചീകരണം എന്ന് പറയുന്നത് തന്നെ ആദ്യം അത് ഈ രണ്ടാക്കി മാറും. ഭൂമി, പൃഥിവ്യ, തേജോ, വായു, ആകാശങ്ങളാകുന്ന പഞ്ചഭൂതങ്ങൾ. മണ്ണ് ഇവിടെ ലോകത്തിൽ എത്ര ഒരു ഗ്ലാസ് മണ്ണാണെന്ന് വെച്ചാൽ അതിനെ 1/2 ഗ്ലാസ് ഇതാക്കി 2ആക്കി വെച്ചു. അതുപോലെ ആ ഒക്കെ ലോകത്തിൽ ഒരു ഗ്ലാസ് വെള്ളമുള്ള വെച്ചാൽ 1/2 ഗ്ലാസ് ആക്കി വെച്ചു. ഇങ്ങനെ ഓരോന്നും 1/2 ഗ്ലാസ് അരയാക്കിയിട്ട് പകുതി ആക്കിയിട്ട് അതിൽ ഒരു പകുതിയെ 4ആക്കി മാറ്റും. എന്നിട്ട് അതൊക്കെ ഓരോന്നിനും കൊടുക്കുന്നതാണ്. അപ്പം ജലത്തിൽ മണ്ണിൻ്റെ അംശം കുറച്ചുണ്ട്, അഗ്നിയുടെ അംശമുണ്ട്, വായുവിൻ്റെ അംശമുണ്ട്, ആകാശത്തിൻ്റെ അംശമുണ്ട്. അപ്പം അങ്ങനെ എല്ലാതും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് പരസ്പരം ഷെയർ ചെയ്യുകയാണെന്ന് അർത്ഥം, പകുതി ഭാഗം. അപ്പോൾ അതിൽ ഭൂരിപക്ഷം 50% ഷെയർ അവനവൻ്റെ തന്നെ, ബാക്കി ഷെയർ. അപ്പോഴാണ് അതിനാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്. അങ്ങനെ പഞ്ചീകരണം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ വസ്തുക്കൾക്ക് ഒരു സാധനം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ എന്നാണ്. വെറും ജലമായിട്ട് നിൽക്കുമ്പോൾ ഒന്നും കഴിവില്ല. അപ്പം അങ്ങനെ പരസ്പര സഹകരണം കൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ നിലനിൽക്കണം. അതുപോലെ തന്നെയാണ് ദേവി ഭാഗവത്തിൽ ഈ അധ്യായത്തിൽ പറയുന്നു. അടുത്ത അധ്യായത്തിൽ ഈ സത്വരജസ് തമോ ഗുണങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ടും ഏറ്റക്കുറച്ചിൽ അങ്ങോട്ട് തട്ടുമ്പോൾ ഇങ്ങോട്ട് തട്ടണോ അങ്ങോട്ട് ഇല്ലേ, അങ്ങനെ ഏറ്റക്കുറച്ചിലുകളെ കൊണ്ട് ആണ് ഈ പ്രകൃതി ഉണ്ടാവണം തന്നെ. അപ്പം നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് വിട്ട് പരമപുരുഷന്റെ അനുഭൂതി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ദേവീന്നോ ദേവനെന്നോ എന്ത് വേണമെങ്കിൽ പറയാം, അവിടെ പുരുഷ സ്ത്രീ ഭേദമില്ലാതെ നമ്മളിപ്പോൾ ദേവി ഭാഗവതം വായിക്കുമ്പോൾ ഈ പ്രകൃതിയുടെ വൈഭവത്തിലൂടെ നമ്മൾ ആ അനുഭവത്തിലേക്ക് എത്തുന്നു. ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ പരമപുരുഷന്റെ അനുഭവത്തിലൂടെ നമ്മൾ ആ ഒരു അനുഭവത്തിലേക്ക് എത്തുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ദേവി ഭാഗവതത്തിൽ പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതിയുടെ മഹത്വം പറയുമ്പോഴും ആ സത്വരജസ് തമോ ഗുണങ്ങളെ നിയന്ത്രിക്കാൻ പറയുന്നു. അത് സത്വത്തെ പ്രകാശിപ്പിക്കണം നമ്മൾ ആദ്യം, മറ്റേ രജസ്സിനെ നിയന്ത്രിക്കണം, തമസ്സിനെ നശിപ്പിക്കും വേണമെന്ന്. ഇങ്ങനെ നമ്മൾ പ്രയത്നിക്കണം എന്നാണ്. എന്നാലേ നമുക്ക് ആ അനുഭൂതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് കുറേ കാര്യങ്ങളാണ് പറയണത്. ഓരോ ശ്ലോകങ്ങളും നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഇതിനെയൊക്കെ കുറിച്ചൊക്കെ നമുക്കങ്ങനെ അനുഭൂതി കിട്ടുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ പഞ്ചീകരണത്തെ കുറിച്ചൊക്കെ അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ സത്വരജസ് തമോ ഗുണങ്ങളുടെ പല ഭാവങ്ങളെയും വെച്ചുകൊണ്ടാണ് അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ അനുഭൂതി തലത്തിലേക്ക് എത്തണം എന്നാണ് അടുത്ത അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. സർഗോയം കദിതസ്താദ യത്പൃഷ്ടോഹം ത്വയാധുനാ ഗുണാനാം രൂപസംസ്ഥാം വൈ ശൃണുഷ്വേകാഗ്രമാനസഃ സത്വം പ്രിയാത്മകം ജ്ഞേയം സുഖാൽ പ്രീതിസമുദ്ഭവഃ ആർജവം ച തഥാ സത്യം ശൗചം ശ്രദ്ധാ ക്ഷമാ ധൃതിഃ അനുകമ്പാ തഥാ ലജ്ജ ശാന്തിഃ സന്തോഷേവ ച ഏതൈഃ സത്വപ്രതീതിശ്ച ജായത്തെ നിശ്ചലാ സദാ ശ്വേതവർണം തഥാ സത്വം ധർമ്മേ പ്രീതികരഃ സദാ സകൃത്രോൽപാദകോ നിത്യം സ്വച്ഛത് നാരായണ നിത്യം അസശ്രദ്ധാനിവാരകം സാത്വികീ രാജസീ ചൈവ താമസീ ച തഥാ പരാ ശ്രദ്ധാ തു ത്രിവിധാ പ്രോക്ത മുനിഭിः തത്വദർശിഭിः രക്തവർണം രജഃ പ്രോക്തം നാരായണ രക്തവർണം രജഃ പ്രോക്തമപ്രീതികരമദ്ഭുതം അപ്രീതിർദുഃഖയോഗത്വാത് ഭവത്യേവ സുനിശ്ചിത പ്രദ്വേഷോ തഥാദ്രോഹോ
മത്സരः സ്തംഭ एव च उत्कण्ठा च तथा निद्रा श्रद्धा तव च राजसि मानो मदस्तथा गर्वो रजसाग्रजायते प्रत्येतव्यं रजसत्वन्तैर्लक्षणैश्च विचक्षणैः कृष्णवर्णः तमः प्रोक्तं मोहनं च विषादकृत् आलस्यं च तथा अज्ञानं निद्रा दैन्यं भयं तथा विवादश्चैव कार्पण्यं कौटिल्यं रोषैव च वैषम्यं वादिनास्तिक्यं परदोषानुदर्शनं प्रत्येतव्यं तमस्वेदैर्लक्षणैः सर्वदा बुधैः तामस्या श्रद्धया युक्तं परतापोपपादकं सत्त्वं प्रकाशयितव्यं नियन्तव्यं रजः सदा संहर्तव्यं तमः कामं जनेन शुभमिच्छता अन्योन्याभिभवाच्चैते विरुध्यति परस्परं तदान्योन्याश्रयाः सर्वे अधिष्ठन्ति निराश्रयाः सत्त्वं न केवलं क्वापि न रजो न तमस्तथा मिलिताश्च सदा सर्वे तेनान्योन्याश्रयाः स्मृताः अन्योन्यमिथुनाच्चैव विस्तारं कथयाम्यहं शृणुनारद यज्ञात्वा उच्यते भवबन्धनात् सन्देहोऽत्र न कर्तव्यो ज्ञात्वेत्युक्तं मया वचः ज्ञातं तदनुभूतं यत् परिज्ञातं फले सति श्रवणाद्दर्शनाच्चैव सपद्येव महामते संस्कारानुभवाच्चैव परिज्ञातं न जायते सुखं तीर्थं पवित्रं च सत्त्वोत्पन्ना च राजसि निर्गतस्तत्र तीर्थे वै दृष्टं चैव यथा सुतं स्नातस्तत्र कृतं कृत्यं दत्तं दानं च राजसं चिरस्तत्र कियल्कालं रजो गुणसमावृतः रागद्वेषां न निर्मुक्तः कामक्रोधसमावृतः पुनरेव गृहं प्राप्तो यथा पूर्वं तथा स्थितः सुतं च नानुभूतं वै तेन तीर्थं मुनीश्वर न प्राप्तुं च फलं यस्माद् अश्रुतं विद्धि नारद निष्पापत्वं फलं विद्धि तीर्थस्य मुनिसत्तमा ऋषेः फलं यथा लोके निष्पन्नान्नस्य भक्षणं पावदेहविकाराये कामक्रोधादेह परे लोभो मोहस्तथा तृष्णा द्वेष रागस्तथा मदः असूयीर्ष्या क्षमा शान्तिः पापान्येतानि नारद न निर्गतानि देहात्तु तावल्पापयुतो नरः कृते तीर्थे यदैतानि देहान्न निर्गतानि चेत् निष्फलः श्रम एवैकः कर्षकस्य यथा तथा श्रमेणापीडितं क्षेत्रं कृष्टा भूमिः सुदुर्गठा गुप्तं बीजं महर्घं च हिता वृत्तिः उदाहृता अहोरात्रं परिक्लिष्टो रक्षणार्थं बलोत्सुकः काले सुप्तस्तु हेमन्ते वने व्याघ्रादिगुरुभृशं भक्षितं शलभैः सर्वं निराशश्च कृतः पुनः तद्वल् तीर्थश्रमः पुत्र कष्टदो न फलप्रदः सत्त्वं समुत्कटं जातं प्रवृद्धं शास्त्रदर्शनात् वैराग्यं तल्फलं जातं तामसार्थेषु नारद प्रसक्यापि भवत्येव तमसी उभे रजः समुत्कटं जातं प्रवृद्धं लोभयोगतः तत्तदाभिभवत्येव तमः सत्त्वे तथा उभे तमसस्तथोल्कटं भूत्वा प्रवृद्धं मोहयोगतः तल् सत्त्वरजसी चोभे संगम्याभिभवत्यपि विस्तरं कथयाम्येद्य यथाभिभवतीति वै यदा सत्त्वं प्रवृद्धं वै मतिर्धर्मे स्थिता तदा न चिन्तयति बाह्यार्थं तमसमुद्भवम् अर्थं सत्त्वसमुद्भूतं गृह्णाति च न चान्यथा अनायासकृतं चार्थं धर्मं यज्ञं च वाञ्छति सात्विकेष्वेव भोगेषु कामं वै कुरुते तदा
രാജസേഷു ന മോക്ഷാർത്ഥം താമസേഷു പുനഃ കുതഃ ഏവം ചിത്വാ രജഃ പൂർവം തതശ്ച തമസോ ജയഃ സത്വം ച കേവലം പുത്ര തഥാ ഭവതി നിർമ്മലം യഥാ രജഃ പ്രവൃദ്ധം വൈ ചിത്വാ ധർമാൻ സനാതനാൻ അന്യഥാ കൃതേ ധർമ്മ ശ്രദ്ധാം പ്രാപ്യ പുരാജസി രാജസാദ് അർത്ഥസംവൃത്തിഃ തയാ ഭോഗസ്തു രാജസഃ സത്വം വിനിർഗതം തേന തമസശ്ചാപി നിഗ്രഹഃ യഥാ തമോ വിവൃദ്ധം സ്യാദ് ഉൽക്കടം സംബഭൂവഃ തഥാ വേദേ ന വിശ്വാസോ ധർമ്മശാസ്ത്രേ തഥൈവ ച ശ്രദ്ധാം ച താമസീം പ്രാപ്യ കരോതി ച ധനാത്യം ദ്രോഹം സർവത്ര കുരുതേ ന ശാന്തിമധിഗച്ഛതി ചിത്വാ സത്വരജശ്ചൈവ ക്രോധനോ ദുർമതിശതഃ വർത്തതേ കാമചാരേണ ഭാവേഷു വിതതേഷു ച ഏകം സത്വം ന ഭവതി രജശ്ചൈകം തമസ്തഥാ സഹൈവാസ്യവർത്തന്തെ ഗുണാധർമ്മിണഃ രജോ വിനാ ന സത്വം സ്യാദ് രജഃ സത്വം വിനാ ക്വചിത് തമോ വിനാ ന ചൈവേദേ വർത്തന്തെ പുരുഷശഭ തമസ്താഭ്യാം ഹീനന്തു കേവലം ന കഥാചന സർവേ വിധുരധർമാണോ ഗുണാഃ കാര്യാന്തരേഷു വൈ അന്യോന്യ സംസിതാ സർവേ തിഷ്ഠന്തി ച വിയോജിതാഃ അന്യോന്യ ജനകാശ്ചൈവ യഥാ പ്രസ്വധർമ്മിണഃ സത്വം കദാചിच्च രജഃ തമസി ജനയത്യുത കദാചിത്തു രജഃ സത്വതമസി ജനയത്യപി കദാചിത്തു തമഃ സത്വരജസി ജനയത്യുഭേ ജനയന്ത്യേവമന്യോന്യം മൃത്പിണ്ഡശ്ച ഘടം യഥാ ബുദ്ധിസ്ഥാസ്തേ ഗുണാഃ കാമാൻ ബോധയന്തി പരസ്പരം ദേവദത്ത വിഷ്ണുമിത്ര യജ്ഞദത്താദിയോ യഥാ യഥാ സ്ത്രീഷു പുരുഷശ്ചൈവ മിഥുനോ ച പരസ്പരം തഥാ ഗുണാഃ സമായാതി യുഗ്മഭാവം പരസ്പരം രജസോ മിഥുനേ സത്വം സത്വസ്യ മിഥുനേ രജഃ ഉഭേദേ സത്വരജസി തമസോ മിഥുനേ വിദുഃ നാരദോവാച ഇത്യേതൽ കഥിതം പിത്ര ഗുണരൂപമനുത്തമം ശ്രുത്വാപ്യേതൽ സ ഏവാഹം തതോ പൃച്ഛം പിതാമഹം ശ്രീമഹാദേവ്യൈ നമഃ. ഇത് ശ്രീദേവി ഭാഗവതേ തൃതീയ സ്കന്ധേ അഷ്ടമോധ്യായഃ. സർവത്ര ജഗദംബികായൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. അടുത്ത അധ്യായത്തില് ഈ സത്വരജസ് തമോ ഗുണങ്ങളെ കുറിച്ച് തന്നെയാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് നാരദനോട് പറയുന്നു. ഒരു സുന്ദരി ഭാവഭാവങ്ങളെ കൊണ്ട് പതിയെ സന്തോഷിപ്പിക്കുന്നു ഭർത്താവിനെ. അവളെന്നെ പരിചരണങ്ങളെ കൊണ്ടും ബന്ധുമിത്രാദികളെയൊക്കെ സന്തോഷിപ്പിക്കുന്നു. അപ്പം അവൾ അവളുടേതായ കഴിവുകളെ കൊണ്ട് ഭർത്താവിനെ ഒരു തരത്തിൽ, ബന്ധുമിത്രാദികളെ വേറൊരു തരത്തിൽ. പക്ഷെ അവൾ തന്നെ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ സപത്നിമാർക്ക് വലിയ ദുഃഖമാണ് കൊടുക്കുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വസ്തു വേറെ ഒരു വസ്തുവിനോട് ചേരുമ്പോഴാണ് ഭാവങ്ങൾ മാറുന്നത് എന്നർത്ഥം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒന്നിനും ഒരു പ്രത്യേക ഭാവങ്ങളില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറയേണ്ടത്. ഈ ഉദാഹരണം പറയുമ്പോൾ ആ ഉദാഹരണം എന്തിനു പറഞ്ഞു എന്ന് മനസ്സിലാക്കണം. ഒരു വസ്തുവിന് ഇപ്പം ഈ സത്വരജസ് തമോ ഗുണങ്ങൾ ഒന്ന് നിൽക്കുമ്പോൾ അതിനെ എന്താ ഭാവം എന്ന് ചോദിക്കാൻ പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞത് എന്താ, സത്വത്തിന് വെളുപ്പാണ്, രജസ്സിന് ഇതാണ്, അല്ലെങ്കിൽ സത്വത്തിനെ പരിപോഷിപ്പിക്കണം, മറ്റതിനെ നിയന്ത്രിക്കണം, തമസ്സിനെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് പിന്നെ പറയണത്. യഥാർത്ഥത്തിൽ ഇതിന് പ്രത്യേക ഭാവങ്ങളൊന്നുമില്ല. കാരണം ഇത് ബ്രഹ്മത്തിന്റെ ഭാവങ്ങൾ തന്നെയാണ് സത്വരജസ് തമോ ഗുണങ്ങളെ. ബ്രഹ്മത്തിന് വേറുള്ള വസ്തുവല്ല ഈ സത്വരജസ് തമോ ഗുണങ്ങൾ. അപ്പൊ ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം അതിന് കാണിച്ചു കൊടുക്കണമല്ലോ. അതാണ് ഈ അടുത്ത അധ്യായത്തിൽ അത് പറയാൻ കാരണം. ബ്രഹ്മത്തിന്റെ സ്വരൂപം ഈ ഓരോന്നിലുണ്ട്. ഈ ഓരോ വസ്തുക്കളിലും നിസ്സംഗ അവസ്ഥ ഉണ്ട്. അത് വേറൊന്നിനോട് ചേരുമ്പോൾ മാത്രമാണ് അത് നല്ലതെന്നോ ചീത്തതെന്നോ പറയേണ്ടി വരുന്നത് എന്നും കൂടി അതിനൊരു ഭാവത്തിൽ ബ്രഹ്മത്തിന്റെ സ്വഭാവം അതിലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന പോലെയൊന്നും കൂടി പറയണം. അതും പറയണം. മഴ
മഴ വരുമ്പോൾ കർഷകർക്ക് മഴ പെയ്യാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അതേസമയം വീട് പണിയാൻ നിൽക്കുന്ന ആൾക്കോ ഇന്ന് മഴ പെയ്യരുതേ, ഇന്ന് മഴ പെയ്യരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു മഴ എന്ന് പറയുന്ന സാധനങ്ങൾ ചിലർക്കത് വലിയ ഇഷ്ടമാണ്, ചിലർക്കത് ഒയ്യ തന്നെ എന്ന് പല വ്യത്യസ്തത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ഓരോന്നും നല്ലതും ചീത്തതെന്ന് പറയേണ്ടത്. അല്ലാണ്ട് ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ ബ്രഹ്മമാണ് എന്നും കൂടി സൂചിപ്പിക്കുന്നു. അതെങ്ങനെ സഹകരിച്ചു കൊണ്ട് നിൽക്കണു എന്നുള്ളൊരു ഉദാഹരണം കൂടി അടുത്ത അധ്യായത്തിൽ പറയുന്നു. അഗ്നി, തിരി, തൈലം, ഇത് മൂന്നെണ്ണം പരസ്പര വിരുദ്ധമാണെന്ന്. അഗ്നിയിലേക്ക് തിരിയാണ് കൊണ്ടിട്ടാലോ അത് വേഗം അങ്ങോട്ട് കത്തി ചാമ്പലാവും. അതുപോലെ തീയിലേക്ക് അങ്ങനെ എണ്ണയാണ് കൊണ്ടുവച്ചാലോ അഗ്നിയാണ് കേടും. ഇങ്ങനെ പരസ്പരം ഒരു സഹകരണം ഇല്ലെങ്കിലോ ഒന്നും നടക്കില്ല. അപ്പൊ ഇവിടെ കൃത്യമായിട്ടൊരു ദീപം തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നോക്കൂ, ആ തൈലമാണ് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്, തിരിയല്ല കത്തുന്നത്. തിരി കത്താണ്ട് അവിടെ നിൽക്കുന്നു. ആ തിരി കത്താതിരിക്കാൻ കാരണം എന്താ? അത് തൈലാണ്. തൈലം ആ തിരിയെ നിലനിർത്തുന്നു. എന്നാൽ തിരി അങ്ങനെ ഇങ്ങോട്ട് കത്തി നശിക്കാതിരിക്കുന്നു. അതിനെ സംരക്ഷിക്കേണ്ടത് തൈലാണ്. തൈലം ആ കത്തി ഇങ്ങനെ കഴിയുന്നു. എന്നാൽ കത്തുക എന്നുള്ളതോ അത് അഗ്നിയാണ് ചെയ്യണത്. അതങ്ങനെ ശോഭിച്ചുകൊണ്ട് നിൽക്കണം. അപ്പൊ സഹകരിക്കുമ്പോൾ ശോഭ അവിടെ ഉണ്ടാവും. ഇതാണ് സത്വരജസ് തമോ ഗുണങ്ങളെ നമ്മൾ എങ്ങനെ അതിനെ ഇവിടെ പ്രപഞ്ചത്തിലൊരു ദീപമായിട്ട് നമ്മൾ എങ്ങനെ നിർത്താം, നമ്മുടെ ജീവിതമാകുന്ന അഗ്നിയെ നമ്മൾ എങ്ങനെ ഇവിടെ പ്രകാശപൂരിതമാക്കി നിർത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നർത്ഥം. അതിനാണ് ആ ഒരു ഉദാഹരണങ്ങൾ. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങളാണ് ഓരോ ശ്ലോകങ്ങളിലൂടെ ഒക്കെ പല തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് 9ാമത്തെ അധ്യായം വർണ്ണിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ആ 9ാമത്തെ അധ്യായത്തിൽ സത്യവ്രതന്റെ ഒരു കഥയും കൂടി സൂചിപ്പിച്ചു. ഇങ്ങനെ പ്രപഞ്ചത്തിൽ നമ്മളിങ്ങനെ ഇടപെടുമ്പോൾ ഇതില് ദേവീ ഭജനമാണ് ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ നമുക്ക് ഏറ്റവും അധികം എളുപ്പം. ഇത് ശ്രീമദ് ഭാഗവത്തിലായാലും വേണ്ടില്ല, ദേവി ഭാഗവത്തിലായാലും കുറേ താത്വികമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കണേക്കാൾ നല്ലത് ആ ദേവിയുടെ തൃപ്പാദം കൊണ്ട് മുറുകെ പിടിച്ചിട്ട് അമ്മേന്ന് അങ്ങോട്ട് വിളിക്കാനുള്ള ഭാവം നമുക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും അതേ വേണ്ടൂ എന്നാണ്. ഇതിന്നൊക്കെ നമ്മൾ തന്നെ ഇങ്ങോട്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഭവതുപാസകോ മൃത്യുപാശാദിവ ഝടിതി മൃത്യുപാശാദിവ പ്രമുച്യ തരസൈവസ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കംസന്റെ കയ്യിൽ നിന്ന് ദേവി അങ്ങോട്ട് പോയത് വർണ്ണിക്കുന്നുണ്ട്. അത് വർണ്ണിക്കുമ്പോൾ തന്നെ എങ്ങനെയാ പറയണത്? മൃത്യുപാശാദ്, ഈ പ്രപഞ്ചമാകുന്ന മൃത്യുവായിട്ട് കിടക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ തന്നെ പറയാം. ഈ പ്രപഞ്ചം അതിന്ന് നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ചാടി പോകണമെന്നുണ്ടെങ്കിൽ എളുപ്പമാർഗം ദേവിയുടെ പാദത്തിലുള്ള ഭക്തി ഉണ്ടാക്കുകയാണ്. ആ ഭക്തി ഉണ്ടാവുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് മന്ത്രങ്ങളൊക്കെ വരും. സത്യവ്രതന്റെ കഥ അതിന് ഉദാഹരണമാണ്. സത്യവ്രതൻ അറിയാണ്ട് പേടിച്ചിട്ട് ഒരു മന്ത്രം അങ്ങോട്ട് അതോ മുഴുവനില്ലേനി എന്നാണ്, അത്ര വൈഭവമുണ്ട്. അത് ആ വാഗ്ബീജ മന്ത്രം, ഐന്നാണ് വാഗ്ബീജ മന്ത്രം. അതാ വട്ടില്ലാണ്ട ജപിച്ചു കൂടിയാ ആ എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ അത്ര. എന്നിട്ട് പോലും ആ ഹൃദയത്തില് ആ ദേവിയോടുള്ള ആ പ്രാർത്ഥനയായിരുന്നു അവിടെ വലുത്. അതുകൊണ്ട് മന്ത്രം പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും ദേവി അനുഗ്രഹിച്ച കഥയാണല്ലോ സത്യവ്രതന്റെ കഥ, അല്ലേ നാരദ? അത് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അതെന്താ അത് ആ സത്യവ്രതന്റെ കഥ ഒന്ന് വിസ്തരിച്ച് പറയണമെന്ന് പറയുമ്പോൾ 10ാമത്തെ അധ്യായത്തിൽ സത്യവ്രതന്റെ കഥയും വിസ്തരിച്ച് പറയും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. നാരദ ഉവാച ഗുണാനാം ലക്ഷണം ദാത ഭവതാ കഥിതം കില ന തൃപ്തോസ്മി പിബന്മിഷ്ടം ത്വന്മുഖാൽ പ്രച്യുതം രസം. ഗുണാനാന്തു പരിജ്ഞാതം യഥാവത് അനുവർണയ യേനാകം പരമാം ശാന്തിമധിഗച്ഛാമി ചേതസി. വ്യാസ ഉവാച ഇതി പൃഷ്ടസ്തു പുത്രേണ നാരദേന മഹാത്മന. ഉവാച ജഗൽകർത്ത രജോ ഗുണസമുദ്ഭവ. ബ്രഹ്മോവാച
ശൃണു നാരദ വക്ഷ്യാമി ഗുണാനാം പരിവർണനം സമ്യക് നാഹം വിജാനാമി യഥാമതി വദാമി തേ സത്വം തു കേവലം നൈവ കുത്രാപി പരിലക്ഷ്യത്തെ മിശ്രീഭാവാത്തു തേഷാം വൈ മിശ്രത്വം പ്രതിഭാതി വൈ യഥാ കാചിദ്വരാ നാരീ സർവഭൂഷണഭൂഷിത ഹാവഭാവയുതാ കാമം